കഴിഞ്ഞ 3 മുതൽ 4 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിലുണ്ടായ മസ്തിഷ്ക വലുപ്പവർദ്ധനവ് മനുഷ്യ പരിണാമത്തിലെ മുഖ്യ പ്രവണതയാണ്. 2 ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് മസ്തിഷ്ക വലുപ്പം ഏകദേശം 3 ഇരട്ടിയായി. ഇത് സങ്കീർണമായ സാമൂഹിക സ്വഭാവങ്ങളും ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവും ഉയർന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവും മനുഷ്യന് നൽകി. മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനും സംസ്കാരം വികസിപ്പിക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും ഇത് മനുഷ്യനെ സഹായിച്ചു. ചെറിയ തലച്ചോറിലെ പൂർവികരിൽ നിന്ന് ഹോമോസാപ്പിയൻസിലേക്കുള്ള മാറ്റത്തിന് അടിത്തറയിട്ടത് ഈ മസ്തിഷ്ക വികാസമാണ്. മസ്തിഷ്കവും അനുബന്ധ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കൂടുതൽ പരിണാമപരമായ ഉൾക്കാഴ്ച കൈവരിക്കുന്ന സഹായമാകും. മനുഷ്യരിലെ നാഡീവ്യവസ്ഥ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവ ഉൾപ്പെടുന്നു. ജൈവ ശരീരത്തിലെ ഘടനാപരവും ധർമ്മപരമായും ഏറെ വ്യത്യസ്തതയുള്ളൊരു കോശമാണ് നാഡീകോശം. ഘടനാപരമായി ഒരു തലഭാഗവും ഒരു വാലുഭാഗവും നാഡീകോശത്തിനുണ്ട്. ധർമ്മപരമായി ഒരു കോശത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. നാഡീകോശത്തിന് കോശവിഭജനം സാധ്യമല്ല. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവ ഉൾപ്പെടുന്നു. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ. ന്യൂറോണിൻ്റെ ഘടന: കോശശരീരം, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് കോശശരീരം. കോശശരീരത്തിൽ കോശദ്രവ്യവും മർമ്മവും കോശാംഗങ്ങളും കാണപ്പെടുന്നു. കോശസ്തരത്തിൽ നിന്നും പുറപ്പെടുന്ന നേർത്ത തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഡെൻഡ്രോണുകളുടെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. മറ്റു നാഡീകോശങ്ങളിൽ നിന്ന് ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശശരീരത്തിലെത്തുന്നത് ഡെൻഡ്രോണുകളിലൂടെയാണ്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റുകൾ. കോശശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആക്സോണുകളിലൂടെ ആക്സോണൈറ്റുകളിലെത്തുന്നു. ആക്സോണിൻ്റെ അഗ്രഭാഗത്തായി മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഇതിൽ തൊട്ടടുത്ത നാഡീകോശങ്ങളിൽ രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്നു. നാഡീവ്യവസ്ഥയിലെ കോശങ്ങൾ: ന്യൂറോഗ്ലിയൽ കോശങ്ങൾ, എപ്പൻഡൈമൽ കോശം, ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികം ന്യൂറോഗ്ലിയൽ കോശങ്ങളാണുള്ളത്. എപ്പൻഡൈമൽ കോശം, ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ് എന്നിവയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ എത്തിക്കൽ, മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ, പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കൽ, മയലിൻ ഷീത്തിൻ്റെ നിർമ്മാണം, സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ നിർമ്മാണം മുതലായവയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ മുഖ്യ ധർമ്മങ്ങൾ. മയലിൻ ഷീത്ത്: ചില ന്യൂറോണുകളെ പൊതിഞ്ഞു കാണപ്പെടുന്ന തിളക്കമുള്ള വെളുത്ത ആവരണമാണ് മയലിൻ ഷീത്ത്. ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണശേഷി വർദ്ധിപ്പിക്കുക, നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണുകൾ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് മയലിൻ ഷീത്തിൻ്റെ മുഖ്യധർമ്മങ്ങൾ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റുകളും നാഡികളിൽ മയലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഷ്വാൻ കോശങ്ങളുമാണ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും കോശശരീരവും മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് ഗാംഗ്ലിയോണുകൾ.